മാമോളെ എത്ര നേരം അമ്മ നോക്കിയിരിക്കുന്നു. എന്റെ ബർത്ത്ഡേ ആയിട്ട് അമ്മ രാവിലെ എവിടേക്കാ പോയേ? അല്ല ഇതാരാ? സിനിമോളെ ഇത് അഞ്ജലി. അഞ്ജു എന്ന് ഇനി നമുക്ക് വിളിക്കാം. ഇനി മുതൽ അഞ്ജു നമ്മുടെ വീട്ടിലുണ്ടാവും, നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോലെ. ഇവിടെ ഉണ്ടാവും പറഞ്ഞ അമ്മ എന്താ ഉദ്ദേശിച്ചേ? അവളുടെ നിപ്പ് കണ്ട മോളെ, അന്താളിച്ച് നിൽക്കുക. നിന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു, അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതാണ് നിന്റെ ബർത്ത്ഡേയുടെ ദിവസം തന്നെ പോയി ഞാൻ അഞ്ജു മോളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത്. ഓർഫനേജിലായിരുന്നു. മോളുടെ അതേ പ്രായമാട്ടോ. ഇനി മുതൽ നമ്മുടെ വീട്ടിലൊരാളായിട്ട്, എൻ്റെ മറ്റൊരു മോളായിട്ട് ഇനി അഞ്ജു ഇവിടെ ഉണ്ടാവും. എന്തുവാ ചിന്നു നീ അന്ത വിട്ടിങ്ങനെ നോക്കിയിരിക്കുന്നേ? വേഗം അഞ്ജുമോളെ ഉള്ളിലോട്ട് കൊണ്ടുപോയി വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. എനിക്ക് അങ്ങനെ പുതിയതായിട്ട് വന്നവരാരെയും വീട് കൊണ്ട് കാണിക്കണേ താല്പര്യമില്ല. കാണിക്കണം എന്നുണ്ടെങ്കിൽ അമ്മ അങ്ങോട്ട് കാണിച്ചാൽ മതി. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. ആരെങ്കിലും അമ്മ വിളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് കൊണ്ടാക്കിയേക്ക്. ചിന്നു അവള് പൊതുവെ ഒരു ഇച്ചിരി ദേഷ്യക്കാരിയാ മോളെ. പെട്ടെന്ന് അങ്ങനെ ദേഷ്യപ്പെടുന്ന ആളാ. പക്ഷെ മനസ്സിലൊന്നും ഇരിപ്പുണ്ടാവില്ല. മോളോട് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നും അല്ല കേട്ടാ. മോളതൊന്നും വിചാരിക്കണ്ട. മോള് വാ, ഉള്ളോട്ട് വാ. വാ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത് എന്റെ റൂമാണ്. എന്റെ മുറിയിലോട്ട് കയറി വരുമ്പോ ഒരു അനുവാദമെങ്കിലും ചോദിച്ചൂടെ? മനുഷ്യൻ മിണ്ടാതിരിക്കുമ്പോ തലയിൽ കയറി നനങ്ങുന്നോ? എന്തിനാ എന്റെ ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നേ? നിനക്ക് എന്തെങ്കിലും വേണമെങ്കിലേ നിന്നെ കൊണ്ടുവന്ന എന്റെ അമ്മയുണ്ടല്ലോ, എന്റെ മാത്രം അമ്മ, അതിനോട് പോയി ചോദിക്ക്. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, ആവശ്യമില്ലാതെ എന്റെ സാധനങ്ങൾ തൊടാനോ അല്ലെങ്കിൽ എന്റെ സാധനങ്ങൾ എടുക്കാനോ നീ ശ്രമിക്കണ്ട. അത് ഞാൻ സമ്മതിക്കില്ല. ഇത് എന്റെ മുറിയാണ്. ഈ മുറി കയറി വരാൻ നിനക്ക് ഒരു അനുവാദമില്ല. ഇറങ്ങി പോകരുത്. സാധനങ്ങൾ കെട്ടിക്കേറി വന്നോളൂ മനുഷ്യന്റെ സമാധാനങ്ങളെ. ഏത് നേരത്തെ അമ്മയ്ക്ക് ഇതുപോലുള്ളതിനൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ തോന്നിയാവോ? അഞ്ജുനോട് വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് അഞ്ജുവിന്റെ കൂടെ വീടാ. ഇന്ന് മുതൽ ഇത് അഞ്ജുവിന്റെ വീട് തന്നെയാ. വേറെ ഒരു വിഷമവും വിചാരിക്കണ്ട കേട്ടോ. വേറെ ആരുടെ വീട്ടിൽ, അന്യന്മാരുടെ വീട്ടിൽ വന്ന് നിൽക്കണ പോലെ ഒന്നും നിൽക്കണ്ട കേട്ടോ. അമ്മ ഉണ്ടാക്കിയ ജ്യൂസ് ഇഷ്ടായോ? ഇനി മുതൽ അമ്മന്ന് വിളിച്ചാ മതി. എന്റെ മോള് തന്നെയല്ലേ നീ. ഞാനിപ്പോ ചിന്നുവിന്റെ സ്കൂളിലെ സാറിനെ വിളിച്ചിട്ടിരിക്കുക. മോക്ക് അവളുടെ ക്ലാസ്സിൽ തന്നെ അഡ്മിഷൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ചിന്നുവിന്റെ കൂടെ മോക്ക് ഒരുമിച്ച് പോവാട്ടോ, ഒരുമിച്ച് യൂണിഫോം ആക്കിയിട്ട്. അപ്പൊ ഞാൻ പഠിച്ച സ്കൂള്? ആ സ്കൂളിൽ ഇനി പഠിക്കാൻ പറ്റില്ല മോളെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും അകലെ പോയിട്ട് പഠിക്കാൻ പറ്റുമോ? അത് വേണ്ട. ഇവിടെ ചിന്നുവിന്റെ സ്കൂളിൽ നല്ലതാ, നല്ല സൗകര്യങ്ങളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്കൂളാണ്. അവൾ പിന്നെ എല്ലാ കാര്യത്തിനും ചിന്നു ഉണ്ടല്ലോ. അവൾ എല്ലാ കാര്യത്തിനും മോളെ ഹെൽപ്പ് ചെയ്തോളൂ കേട്ടാ. എന്റെ സ്കൂളിൽ കൊണ്ട് ചേർക്കാന്നേ അമ്മ അങ്ങനെ ഒത്തിരി വ്യാമോഹിക്കൊന്നും വേണ്ട. അതും എന്റെ ക്ലാസ്സിൽ ഇവളെ പോലെ ഒരുത്തിയില്ലേ. അമ്മയ്ക്ക് ആവശ്യമില്ലാത്ത മോഹങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലങ്ങോട്ട് വെച്ചാൽ മതി. എന്റെ സ്കൂളിലേക്ക് ഇവളെ എന്തായാലും ഞാൻ കൊണ്ടുപോയില്ല. എനിക്കത് നാണക്കേടാണ് മോളെ. ഇതിൽ വേറെ മറുത്ത് വാക്കൊന്നുമില്ല. എന്റെ സ്കൂളില് ഇവളെ പഠിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ അമ്മ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഞാൻ ഉണ്ടാവില്ല. ഞാൻ വന്നത് ചിന്നുവിന് ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവളൊരു വാശിക്കാരിയാ. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഒരു ഉള്ളിലങ്ങ് തട്ടും. പിന്നെ ഒന്നാമത് ഞങ്ങള് ഒറ്റ മോളായിട്ട് വളർത്തിയോണ്ടേ അവൾക്ക് എല്ലാ സ്നേഹവും ലാളനയൊക്കെ കൊടുത്ത് വളർത്തി. പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കണ്ടപ്പോൾ അവൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മോള് നോക്കിക്കോ, ഒരാഴ്ച പോലും വേണ്ട, ഒരു 2 ദിവസം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടുകാരായിരിക്കും. മോള് വിഷമിക്കണ്ട, അമ്മയില്ലേ. മോളെ ദാ ഇത് ചിന്നുവിന്റെയാ. മഞ്ജുമോക്ക് നല്ലോണം ചേരും. ഇതിട്ടിട്ട് വാ. ആ ഡ്രസ്സൊക്കെ അങ്ങോട്ട് മാറി. മോളുടെ അളവൊന്നും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. അതാ അമ്മ ഡ്രസ്സ് മേടിച്ച് വെക്കാൻ. ഞാൻ വിചാരിച്ചു ആ ഡ്രസ്സൊക്കെ മേടിച്ച് വെക്കണമെന്ന് മോള് വരുമ്പോഴേക്കും. പക്ഷെ എങ്ങാനും അളവ് പോയി പിന്നെ അത് മാറ്റം നിൽക്കണ്ടേ. നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് പോയിട്ട് മോക്ക് വേണ്ട തുണിയും കാര്യങ്ങളെല്ലാം മേടിക്കാം കേട്ടോ. മോളിപ്പോൾ ഇത് ഈ ഡ്രസ്സ് ഇട്. ഓ ഡ്രസ്സ് കൂടെ ഒന്ന് കണ്ടോളമാർ നിരങ്ങി വന്നവർക്കൊന്നും എന്നെ ഡ്രസ്സ് കൊടുക്കാൻ പറ്റത്തില്ല. ചിന്നു ഡ്രസ്സ് എന്നോട് ചോദിക്കാൻ അമ്മ കൊടുക്കണേ. ഓരോന്ന് മേടിച്ചു കൊടുക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതൊക്കെ വേറെ വിലയുള്ളവർക്ക് ഇട്ട് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്തോ ഈ കാണിക്കുന്നേ? നിന്റെ പ്രായമുള്ള ഒരു കൊച്ചല്ലേ നിൽക്കുന്നേ? ആ കൊച്ചിനൊരു തുണി കൊടുത്ത് വെച്ച് നിനക്ക് എന്നാ പറ്റണേ? അവൾക്ക് ഡ്രസ്സ് കൂടെ അവളോട് കൊണ്ടുവരാൻ പറ. അവിടെ എന്റെ തുണിയല്ല എടുത്തു കൊടുക്കേണ്ടത്. അമ്മ ഇനി എത്ര ദേഷ്യപ്പെട്ടാലും ശരി, എന്റെ ഡ്രസ്സോ എന്റെ സാധനങ്ങളോ എന്റെ മുറിയോ അല്ലെ ഈ വീട് ഇതൊക്കെ എന്റെ മാത്രമാ. അല്ലാണ്ട് വേറെ ഒരുത്തിക്ക് ഞാൻ വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല. ചിന്നു സോറി മോളെ. മോക്ക് വന്നപ്പോ തൊട്ട് ചിന്നുവിന്റെ പെരുമാറ്റം വിഷമം ഉണ്ടാക്കണ്ടാവൂല്ലേ.
ഉം, അമ്മയും ദേഷ്യപ്പെട്ടു പോയി. മോക്ക് അമ്മ ദേഷ്യപ്പെടാണ്ട് പേടിയായോ? ഉം, അല്ല അവളെന്തോ അവൾക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളാ. അമ്മ ഒന്ന് അവളോട് സംസാരിക്കട്ടെ കേട്ടോ. മോളെ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. അവള് മോളെ നല്ലൊരു കൂടപ്പിറപ്പായിട്ട് അവള് കാണും കേട്ടോ. വിഷമിക്കണ്ട, മോള് ഈ ഡ്രസ്സ് മാറ്. എൻ്റെ കയ്യിൽ 2-3 ഡ്രസ്സുണ്ട് അവിടെ ഓർഫനേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നെ. അത് മതി, എനിക്ക് വേണ്ട. മാറിക്കോ, ഒരു കുഴപ്പമില്ല, അമ്മയാ പറയണേ. അമ്മ ചിന്നുവിനോട് ദേഷ്യപ്പെടണ കണ്ടിട്ട് മോക്ക് പേടിയായോ? ആ, എന്തേലും കുരുത്തക്കേട് കാണിച്ചാൽ ഞാൻ അഞ്ജുമോളോട് ദേഷ്യപ്പെടും കേട്ടോ. എന്റെ മക്കളെ രണ്ടുപേരും ഒരേപോലെ തന്നെ ചീത്ത പറഞ്ഞ്. എന്റെ ദേഷ്യം കാണാനിരിക്കുന്നേ ഉള്ളൂ. എന്റെ മോള് പിണങ്ങിയിരിക്കുവാണ്. നീ ഇത്ര വാശിക്കാരിയാന്ന് ഞാൻ വിചാരിച്ചില്ല. എടി, നിന്റെ സന്തോഷത്തിനൂടെ വേണ്ടിയല്ലേ മോളെ ഞാൻ അഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അമ്മ ഇനി ഒന്നും പറഞ്ഞ എന്നോട് ന്യായീകരിക്കാൻ വരണ്ട. എനിക്ക് അമ്മയോട്ട് സംസാരിക്കാനും ഇല്ല. അമ്മ ഇങ്ങനെ ഒരാളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്നോട് അറ്റ്ലീസ്റ്റ് ചോദിക്കാനുള്ള മര്യാദയ്ക്ക് അമ്മ കാണിക്കണമായിരുന്നു. നിനക്ക് ചെറുപ്പം മുതലേ പരാതിയായിരുന്നല്ലോ, ഞാൻ ഒറ്റ മോളായതുകൊണ്ട് എനിക്ക് കളിക്കാൻ കൂട്ടുകാരില്ല, സംസാരിക്കാൻ ആളില്ല, എന്തൊക്കെയായിരുന്നു എൻ്റെ പരാതി. ഇപ്പം നിന്റെ ആഗ്രഹത്തിന് പോയിട്ട് ഒരു കൊച്ചിനെ ഞാൻ നിന്റെ അതേ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നിനക്കപ്പം അത് പറ്റിക്കത്തില്ല. ആ കൊച്ചിനോട് എന്തൊക്കെയാ നീ കാണിച്ചു കൂട്ടുന്നേ? അത് ശരിയാ, പക്ഷെ അഞ്ജു ഇത്രയും കാലം ഓർഫനേജിലായിരുന്നു. ഓർഫനേജ് എന്ന് പറഞ്ഞൊരു പേര് മാത്രമേ നീ കേട്ടിട്ടുള്ളൂ. പക്ഷെ അവിടെ ഒത്തിരി മക്കളുണ്ടെന്നേ. അമ്മ പോയപ്പോഴാണ് അവിടുത്തെ അവസ്ഥ അമ്മയ്ക്ക് മനസ്സിലായത്. എത്രയോ പേര് അച്ഛനും അമ്മയും ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ അച്ഛനും അമ്മയും വളർത്താൻ വഴി കൊണ്ട് വിട്ടവർ, അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. നിന്റെ പ്രായത്തിൽ നിന്നേക്കാൾ ഇളയതും എല്ലാം എന്തോരം കുഞ്ഞുങ്ങളാണെന്നറിയാം ഓർഫനേജിലുള്ള. ആ കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖത്തുണ്ടല്ലോ, അവർ ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലൊരു സങ്കടമുണ്ട്. സ്വന്തമായിട്ട് അച്ഛനും അമ്മയും ഇല്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ മോളെ. നീ അഞ്ജുവിനെ ശ്രദ്ധിച്ചായിരുന്നോ? ആ കൊച്ചിൻ്റെ മുഖത്ത് ആ ഒരു സങ്കടമുണ്ട്. നമ്മളല്ലേ മോളെ അത് മാറ്റട്ടെ. അമ്മയെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ആ കുഞ്ഞിൻ്റെ അമ്മയാവാൻ ശ്രമിക്കുന്നുണ്ട്. നീ അവളുടെ ഒരു കൂടപ്പുറപ്പ് അവനെങ്കിലും ശ്രമിക്കുക. എല്ലാ സൗകര്യം കിട്ടിയ നീ വളർന്നേ. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും വീടും കുടുംബക്കാരും ബന്ധുക്കളും എല്ലാ സൗകര്യം കിട്ടിയ നീ വളർന്നേ. പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അതാണോ? ആരെങ്കിലും ഉണ്ടോ? ഓർഫനേജിലെ ഒത്തിരി കുട്ടികളുണ്ട്. അവരൊരു കുടുംബത്തിൽ വളർന്ന സ്നേഹമൊന്നും അനുഭവിക്കാണ്ടാ വളരണം. അതിൽ നിന്ന് ഞാൻ അഞ്ജുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവിടെ വന്ന് അതിനെ ദ്രോഹിക്കാൻ പാടുണ്ടോ? നീ അതിനോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ? ഒരു മറുത്തൊരു വാക്കുപോലും നീ പറയാൻ പാടില്ലായിരുന്നു. എന്തൊക്കെ ദേഷ്യപ്പെട്ട് നീ പെരുമാറിയേ. ദൈവം തമ്പുരാൻ സഹായിച്ച് എല്ലാ സൗകര്യവും നിനക്ക് തന്നു. നീയോ അങ്ങനെ ജനിച്ചിരുന്നെങ്കിലോ? നീ അച്ഛനും അമ്മയ്ക്കും നീ ഉണ്ടായ വഴി നിന്നെ ഞങ്ങൾ അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു. നീ അതുപോലൊരു ഓർഫനേജ് വളർന്നിരുന്നെങ്കിലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് വിഷമം ഉണ്ടാവും. അവളവിടെ, ഞാൻ ആ കൊച്ചിനോട് എന്തൊക്കെയോ സംസാരിച്ചു പോയി. എനിക്ക് അമ്മ ഇത്രയും കാലം ഞാനിവിടെ ഒറ്റയ്ക്ക് എല്ലാം ഞാൻ എൻ്റെ ഇല്ലായിരുന്നോ? വേറൊരാൾ പെട്ടെന്ന് ഈ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ എനിക്കത് അങ്ങനെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയമ്മ. ഞാൻ ആ കുട്ടിയോട് കുറേ മോശമായിട്ട് സംസാരിച്ചു. അതിന് വിഷമമായി കാണുമല്ലേ? അവളെവിടെ അമ്മ? ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ? അമ്മ പറഞ്ഞ പോലെ ഇനി ഞാൻ ഒരിക്കലും മോശമായിട്ട് സംസാരിക്കില്ല അമ്മ. ഇനി അവൾ എൻ്റെ കൂടപ്പിറപ്പാ, എൻ്റെ സഹോദരി. ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ? എന്നിട്ട് വീടും കാര്യമൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കാം. എൻ്റെ എല്ലാ സാധനവും ഞാൻ അവൾക്ക് കൊടുക്കാം. ഇനി ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും അമ്മേ. എൻ്റെ സ്കൂളിൽ തന്നെ അവളെ ചേർക്കണേ അമ്മേ. ഞങ്ങളിനി ഒരുമിച്ച് സ്കൂളിൽ പോവാം. അവളെ ഇനി ഇവിടുന്ന് പറഞ്ഞൊന്നും വിടല്ലേട്ടമ്മേ. ഞാൻ പെട്ടെന്ന് അറിയാണ്ട് എന്തൊക്കെയോ പെരുമാറിപ്പോയി. ഞാൻ അവളുടെ അടുത്ത് പോട്ടെ. താങ്ക് യു അമ്മ, താങ്ക് യു. അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് താങ്ക് യു അമ്മ.